1998 ഏപ്രിൽ 22 ഷാർജയിൽ നടന്ന കൊക്കക്കോള കപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ സെമിഫൈനൽ. ഫൈനലിലേക്ക് കടക്കണമെങ്കിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. മണൽക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ച മത്സരം പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യക്ക് 46 ഓവറിൽ 276 റൺസ് എന്ന പുതുക്കിയ വിജയലക്ഷ്യമായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് സമ്മർദ്ദം കൂടുതലായിരുന്നു. എന്നാൽ ഒരേ ഒരാൾ മാത്രം തലയുയർത്തിപ്പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഇതിനകം തന്നെ പുറത്താകാതെ 64 റൺസ് എടുത്ത സച്ചിൻ ബൗണ്ടറികളും സിക്സറുകളും പായിച്ച് ക്രീസിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കാളിയായ VVS ലക്ഷ്മൺ ഭയത്തോടെയാണ് സച്ചിന്റെ ഉജ്ജ്വലമായ പ്രകടനത്തെ നോക്കി നിന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബോളിംഗ് അറ്റാക്കുകളിലൊന്നായ ഓസ്ട്രേലിയൻ ബോളിംഗ് ആക്രമണം സച്ചിന്റെ ബാറ്റിംഗ് ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിന്നു. വെറും 131 പന്തിൽ 5 സിക്സറുകളും 9 ബൗണ്ടറികളും സഹിതം 143 റൺസാണ് സച്ചിൻ നേടിയത്. എന്നാൽ വെറും 26 റൺസിന് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ഡെസേർട്ട് സ്റ്റോം എന്ന വിളിപ്പേരുള്ള സച്ചിന്റെ ഐതിഹാസിക ഇന്നിംഗ്സ് റൺ റേറ്റിൽ ന്യൂസിലൻഡിനെ മറികടന്ന് കൊക്കക്കോള കപ്പ് ഫൈനലിന് ഇന്ത്യ യോഗ്യത നേടുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മകളിൽ എന്നേക്കുമായി തങ്ങി നിൽക്കുന്ന ഒരു ഇന്നിംഗ്സായിരുന്നു അന്ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മാസ്റ്റർ ബ്ലാസ്റ്റർ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ എക്കാലത്തും ഇതറിയപ്പെടുന്നു.